Let's start learning English. ഓക്കേ, നമ്മൾ 50 ക്ലാസ്സസിലെ 15th ക്ലാസ് അല്ലേ? 50 50 15 15 15 ടീൻ 15 15 നമ്മളങ്ങനെ 15ാമത്തെ ക്ലാസ്സിൽ എത്തി നിൽക്കുന്നു. എല്ലാവരും ഫസ്റ്റ് അറ്റൻഡൻസ് ഇട്ടോളൂ. 1 എന്ന് എഴുതുക, ഒരു കുത്തിടുക, എന്നിട്ടൊരു സ്പേസ് എഴുതുക, എന്നിട്ട് പേരെഴുതുക. ഓക്കെ, ഫസ്റ്റ് അറ്റൻഡൻസ്. ഓക്കെ, ഇതിനോടകം നമ്മൾ 30 ആക്ഷൻ വേർഡ്സ് 30 30 13 അല്ല, 13 എന്ന് പറയുന്ന സമയത്ത് അത് 13 പക്ഷെ നമ്മൾ 30 ആക്ഷൻ വേർഡ്സും അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസും പഠിച്ചു അല്ലേ? നമ്മൾ ഒരുപാട് വാക്കുകളായി പഠിക്കുന്നു. ഇപ്പോൾ ആക്ഷൻ വേർഡ്സ് അല്ലാത്ത വാക്കുകൾ ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മളതൊന്നും എണ്ണണ്ട അല്ലേ? നമ്മൾ എണ്ണിക്കൊണ്ട് പഠിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും എത്രത്തോളം കൂടുതൽ പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ വൊക്കാബുലറി എക്സ്പാൻഷൻ എന്നുള്ള ആ ഒരു യജ്ഞത്തിൻ്റെ പിന്നിലുള്ള ആ ഒരു മോട്ടീവ്. ഓക്കെ, അപ്പം നമുക്കിവിടെ നമ്മൾ എണ്ണിക്കൊണ്ട് പഠിക്കുന്ന ചിലത് ഉണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ ആക്ഷൻ വേർഡ്സ്. അത് 30 അതിൻ്റെ ബേസ് ഫോം 30 പിന്നെ അതിൻ്റെ V2 V3 ING S ഫോം ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അത് ഏതൊക്കെയാണ് അതിൻ്റെ ബേസ് ഫോമും അതിൻ്റെ അർത്ഥമൊന്നും നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പറയണേ. ആദ്യം ഇംഗ്ലീഷ് ബേസ് ഫോം V1 ഫോം, അതിൻ്റെ അർത്ഥം. ഓക്കെ, ബേസ് ഫോം ആണ് V1 ഫോം അല്ലേ? റെഡി, സ്റ്റാർട്ട്. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക. ഒപ്പം വായിക്കുന്നില്ലേ? സ്ക്രീനിൽ കാണുന്ന അതേ ഓർഡറിൽ തന്നെയാണ് ടീച്ചർ വായിക്കുന്നത്. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ല് തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടേർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരയ്ക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലേ? വെരി ഗുഡ് മക്കളെ, വെരി ഗുഡ്. ഇന്നലെ ടീച്ചർ ചോദിച്ചു ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഏതാണ്. ഇന്ന് ടീച്ചർ വീണ്ടും ചോദിക്കുന്നു, ഇന്നലത്തെ ആൻസർ എഴുതരുത്, പുതിയൊരു വാക്ക്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ എഴുതിയതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്ക് ഏതാണ്? ഇതാണ് സെക്കൻഡ് അറ്റൻഡൻസ്. ഓക്കെ, നിങ്ങളുടെ 2 എന്ന നമ്പർ ഇടുക, എന്നിട്ട് പേരെഴുതുക, ഇഷ്ടപ്പെട്ട വാക്ക് എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് പുതിയ വാക്ക് പഠിക്കാൻ തുടങ്ങാം. റെഡി? ഓക്കെ. ഓക്കെ, നോക്കൂ, ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു കുഞ്ഞു മോൾ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്? TV-യിൽ കാർട്ടൂൺ നോക്കുകയാണ് അല്ലേ? കാർട്ടൂണിൽ എന്താ കാണുന്നത്? ഒരു ടെഡി ബെയർ, 2 ഫ്ലാഗുകൾ, ഒരു ഗ്രീൻ കളർ ഫ്ലാഗും ഒരു റെഡ് ഓർ ഓറഞ്ച് കളർ ഫ്ലാഗും കയ്യിൽ പിടിച്ചിട്ട്. വലത് കയ്യിൽ ഏത് കളറാണ് ഉള്ളത്? റെഡ് കളർ അല്ലേ? ഇടത് കയ്യിലോ? ഗ്രീൻ കളർ അല്ലേ? ആ ടെഡി ബെയർ പിടിച്ചിട്ടുള്ളത് കാണുന്നില്ലേ? ടെഡി ബെയറിനെ കാണുന്നില്ലേ? യെസ് യെസ് യെസ്. ആ ടെഡി ബെയർ എന്താ പിടിച്ചിട്ടുള്ളത്? വലത് കയ്യിൽ ഒരു റെഡ് ഫ്ലാഗ്, റെഡ് ഓർ ഓറഞ്ച് അല്ലേ? റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളർ, ഏതോ ഒരു കളറാണ് പിടിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് ഹാൻഡിൽ എന്താ പിടിച്ചിട്ടുള്ളത്? ഗ്രീൻ കളർ ഫ്ലാഗ് ആണ് പിടിച്ചിട്ടുള്ളത് അല്ലേ? ആ ടെഡി ബെയർ. ആ കുഞ്ഞുമോള് നിലത്തിരുന്ന് TV വാച്ച് ചെയ്യുകയാണ്, കാണുകയാണ് അല്ലേ? തൊട്ടിപ്പുറത്തതാ ഒരു പയ്യൻ ബൈനോക്കുലേഴ്സ് വെച്ച് എന്തോ നോക്കുകയാണ് അല്ലേ? കാണുകയാണ്, നോക്കുകയാണ് അല്ലേ? നോക്കുകയാണ് അതിനകത്തൂടെ. അപ്പം എന്തോ വീക്ഷിക്കുകയാണ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീക്ഷിക്കുകയാണ്.
ബൈനോക്കുലേഴ്സ് വെച്ച് നമ്മൾ വീക്ഷിക്കുകയല്ലേ ചെയ്യുക. നമ്മൾ ജസ്റ്റ് എന്താണ് ഒന്ന് കണ്ണടക്കുവോ? ഇല്ല, നമ്മൾ കുറച്ചു നേരം അത് ശ്രദ്ധിച്ച് നോക്കും അല്ലേ. അതുപോലെ തന്നെ ഒരു കണ്ണ്, അതെ, ആ പയ്യന്റെ മുകളിൽ എന്താ കാണുന്നത്? ഒരു കണ്ണിന്റെ ചിത്രമാണ് അല്ലേ. ഒരു കണ്ണിന് 2 കൈയും 2 കാലും ഒരു തൊപ്പിയും ഒരു ബ്രീഫ് കേസും ഒരു ഒരു മാഗ്നിഫൈയിങ് ഗ്ലാസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഷൂസൊക്കെ ഇട്ടിട്ടുണ്ട് കാലിന് അല്ലേ. ഷൂസ് ഇട്ടിട്ടില്ലേ? ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ബൈനോക്കുലർ അല്ല, അത് മാഗ്നിഫൈയിങ് ഗ്ലാസ് ആണ്. കണ്ണിന്റെ കയ്യിലുള്ളത് മാഗ്നിഫൈയിങ് ഗ്ലാസ് ആണ്. ആ ബോയുടെ കയ്യിലുള്ളത് എന്താണ്? ബൈനോക്കുലർ ആണ്. ഓക്കെ, അപ്പൊ ഇതിലൂടെ എന്താണ്? എന്തോ കാര്യമായി നോക്കുകയാണ് അല്ലേ. ഇത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കി വിടുകയാണോ? അല്ല, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കാണുക, വീക്ഷിക്കുക, വാച്ച്. നമ്മൾ ജസ്റ്റ് കണ്ടു. അതെന്താണ്? CSEE. നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലെ. CSEE, സി, കാണുക. ഇവിടെ വാച്ച് എന്ന് പറയുന്നത് കാണുക അല്ലെങ്കിൽ വീക്ഷിക്കുക. അതായത് നമ്മൾ ഒരു സംഭവത്തെ കുറച്ചു നേരം നോക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെന്തെങ്കിലും അനക്കവും മാറ്റവും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ എന്താണ് നടക്കുന്നുള്ളത് എന്നൊക്കെ നോക്കി കാണുന്നതാണ് ഈ വാച്ചിങ്. ഓക്കെ, കാണുക, വാച്ച്. മനസ്സിലായല്ലോ. വാച്ച്, നമ്മൾ TV വാച്ച് ചെയ്യും. ഒരു സോങ്ങിന്റെ സോങ്ങിൽ ഡാൻസ് ഉണ്ടെങ്കിൽ, സോങ് മാത്രമാണ് നമുക്ക് കേൾക്കാനേ പറ്റുള്ളൂ അല്ലെ. കാണുന്നുണ്ടെങ്കിൽ, ഡാൻസ് ആണെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യുകയാണ് ചെയ്യുക. കാണുക എന്ന് നമ്മൾ മലയാളത്തിൽ ഒറ്റ വാക്കിൽ പറയുന്നുണ്ടെങ്കിലും സീ ആൻഡ് വാച്ച്, നമ്മൾ ഇംഗ്ലീഷിൽ വരുന്ന സമയത്ത് സീ എന്നുള്ള വാക്കും വാച്ച് എന്നുള്ള വാക്കും 2 രീതിയിലാണ് ഉപയോഗിക്കുക. സീ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ ഒരു കഴിവാണ്, കാണുക എന്നുള്ള കഴിവാണ് ഈ സീ എന്ന് പറയുന്നത്. നേരെ മറിച്ച് വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കണ്ണിന്റെ കഴിവ് ഉപയോഗിച്ച് നമ്മൾ എന്തിനെയോ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത്, ആ ഡ്യൂറേഷനിൽ നമുക്ക് എന്തോ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട്, തുടർച്ചയായിട്ട് നമ്മളത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണെന്ത്? വാച്ച്. ഓക്കെ, അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കണം. സി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ഒരു കഴിവാണ്. നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കും, കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു. അപ്പൊ നമ്മൾ കണ്ടു, ജസ്റ്റ് കണ്ടു, അത്രേ ഉള്ളൂ. കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു നോട്ടം കണ്ടു, അത് തന്നെ കാണുക. ഒരു നോട്ടം കണ്ടു, കാണുക. നേരെ മറിച്ച് നമ്മൾ കണ്ടുകൊണ്ട് നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ അതിനെ. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? വാച്ചിങ്, അല്ലെങ്കിൽ കാണുന്നു. വാച്ച്, കാണുക, വീക്ഷിക്കുക. കാണുക, വീക്ഷിക്കുക. വാച്ച്, WATCH. ഈ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനം ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടല്ലേ. നമ്മള് നമ്മുടെ റിസ്റ്റിൽ കെട്ടുന്ന ഒരു സാധനമുണ്ട്. എന്താണത്? വാച്ച്. സമയം നോക്കാൻ ഉപയോഗിക്കുന്ന വാച്ച്. ഓക്കെ, അത് റിസ്റ്റ് വാച്ച്. നമ്മൾ റിസ്റ്റിൽ കെട്ടുന്ന റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് തൊട്ടേ. റിസ്റ്റ്. ഓക്കെ, റിസ്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പൊ ഇപ്പോഴെന്താ ചെയ്യേണ്ടത്? ഇപ്പോഴല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോംവർക്കിൽ ഞാൻ ഒരു റിസ്റ്റിന്റെ ഹോംവർക്ക് തരും. ആ ഹോംവർക്ക് തന്നിട്ടില്ലെങ്കിൽ ടീച്ചറിനോട് ചോദിക്കണം, ടീച്ചറെ റിസ്റ്റിന്റെ ഹോംവർക്ക് എവിടെയെന്ന്. അപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ടീച്ചർ അപ്പോഴിടും, ഇല്ലെങ്കിൽ ടീച്ചർ ഹോംവർക്കിൽ പറയും എന്താണ് റിസ്റ്റിന്റെ ഹോംവർക്ക് എന്ന്. ഓക്കെ, അപ്പോൾ റിസ്റ്റിൽ കെട്ടുന്ന വാച്ചാണെന്ത്? റിസ്റ്റ് വാച്ച്. ഓക്കെ, ഇവിടെ നമ്മൾ റിസ്റ്റ് വാച്ച് ഒന്നുമല്ല പഠിക്കുന്നത്. നമ്മൾ ഒരു പ്രവൃത്തി, ഒരു ക്രിയയാണ് പഠിക്കുന്നത്, വേർബാണ് പഠിക്കുന്നത്, ആക്ഷൻ വേർഡാണ് പഠിക്കുന്നത്. ഓക്കെ, വാച്ച് എന്താണ്? കാണുക, വീക്ഷിക്കുക. WATCH. നമ്മൾ റിസ്റ്റ് വാച്ചിന്റെ വാച്ചിലും ഈ കാണുക, വീക്ഷിക്കുക എന്നുള്ള വാച്ചിലും എന്തുതന്നെയാണ്? സെയിം സ്പെല്ലിംഗ് തന്നെയാണ്. അക്ഷരങ്ങളൊക്കെ സെയിം ആണ്. WATCH. വാച്ച്. കാണുക, വീക്ഷിക്കുക. ഓക്കെ, വാച്ച്. ഓക്കെ, WATCH. വാച്ച്. നോക്കൂ, ആ ചിത്രങ്ങളൊക്കെ മനസ്സിൽ വേണം. ആ കുഞ്ഞുമോള് TV കാണുന്നതും ബൈനോക്കുലർ ഉപയോഗിച്ച് ആ ബോയ് എന്തോ വാച്ച് ചെയ്യുന്നതും, അതുപോലെ തന്നെ കണ്ണ് ഒരു മാഗ്നിഫൈയിങ് ഗ്ലാസ്സിലൂടെ എന്തോ കാര്യം വാച്ച് ചെയ്യുന്നതൊക്കെ ഓർത്തു വെക്കുക. വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടമല്ല. ഓക്കെ, ഒറ്റ നോട്ടം എന്നുള്ളതിന് നമ്മൾ സി എന്ന് ഉപയോഗിക്കും. വാച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം നമ്മൾ അങ്ങനെ നോക്കിയിരിക്കുന്നതിനെ എന്ത് പറയുക? വാച്ച് എന്ന് പറയുക. ഓക്കെ, കാണുക, വീക്ഷിക്കുക. വാച്ച്, WATCH. ഓക്കെ, നമ്മൾ കാണുക, വീക്ഷിക്കുക, വാച്ച്. അപ്പോൾ അത് V1 ഫോം, ബേസ് ഫോം ആണ്. ഇനി V2 ഫോം, പാസ്റ്റ് ഫോം എന്താണ്? വാച്ച്ഡ്. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്?
വാച്ച്ഡ് തന്നെ. ഓക്കെ, വാച്ച്ഡ് വാച്ച്ഡ്, വാച്ച് വാച്ച്ഡ് വാച്ച്ഡ്. ഓക്കെ, വാച്ച് വാച്ച്ഡ് വാച്ച്ഡ്. ഓക്കെ, അതെന്താണ്? കാണുക, വീക്ഷിക്കുക. V1 ഫോം ബേസ് ഫോം വാച്ച്. V2 ഫോം പാസ്റ്റ് ഫോം കണ്ടു, വീക്ഷിച്ചു, വാച്ച്ഡ്. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കാണപ്പെട്ടു, വീക്ഷിക്കപ്പെട്ടു. അതെന്താണ്? വാച്ച്ഡ് തന്നെ. ഓക്കെ, V2 V3 സെയിം ആണ് വാച്ചിന്റെ. വാച്ച് വാച്ച്ഡ് വാച്ച്ഡ്, വാച്ച് വാച്ച്ഡ് വാച്ച്. നമ്മൾ ജസ്റ്റ് ED ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, ED ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചാരണത്തിൽ എഡ് എന്ന് വരില്ല, എന്നേ വരുള്ളൂ. ഓക്കെ, വാച്ച് വാച്ച്ഡ് വാച്ച്ഡ്. V1 ഫോം ബേസ് ഫോം വാച്ച്, V2 ഫോം പാസ്റ്റ് ഫോം വാച്ച്ഡ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വാച്ച്ഡ്. ഓക്കെ, ഇനി നമ്മൾ കാണുന്നു, വീക്ഷിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാണ്. വാച്ചിങ് വാച്ചിങ് വാച്ചിങ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കുക, ശ്രദ്ധിച്ച് കാണുക, ശ്രദ്ധിക്കുക എന്ന് പറയുന്നതിൽ നമ്മൾ എന്താണ് വാച്ച് എന്ന് യൂസ് ചെയ്യും. കാഴ്ചയാണെങ്കിൽ. കേൾവിയാണെങ്കിൽ നമ്മൾ ലിസൺ എന്ന് പറയില്ലേ? ശ്രദ്ധിച്ചു കേൾക്കൂ, ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസൺ ആണ്. നേരെ മറിച്ച് നമ്മൾ കാണിക്കുന്നത് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാച്ചാണ്. ശരിക്കും ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ് ശരിക്കും. അതായത് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒരു കാഴ്ച കാണുക, അതാണ് വീക്ഷിക്കുക, കാണുക എന്നൊക്കെ പറയുന്ന വാച്ച്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാച്ച് എന്നുള്ള വാക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോഴും നമ്മൾ വാച്ച് വാച്ച്ഡ് വാച്ചിങ്. വാച്ച് കാണുക, വീക്ഷിക്കുക. വാച്ച്ഡ് കണ്ടു, വീക്ഷിച്ചു. വാച്ചിങ് കാണുന്നു, വീക്ഷിക്കുന്നു. വാച്ച് വാച്ച്ഡ് വാച്ചിങ്, വാച്ച് വാച്ച്ഡ് വാച്ചിങ്, വാച്ച് വാച്ച്ഡ് വാച്ചിങ്. WATCH വാച്ച്, WATCHED വാച്ച്ഡ്, WATCHING വാച്ചിങ്. ഓക്കെ, വാച്ച് വാച്ച്ഡ് വാച്ചിങ്. നമ്മളിപ്പോൾ വാഷ് എന്ന് പഠിച്ചില്ലേ? അതിൻ്റെ ആ ഷാക്ക് പകരം ഛ എന്നിട്ടാ മതി. ടച്ച്. ഓക്കെ, വാച്ച് വാച്ച് വാച്ച്ഡ് വാച്ചിങ്. ഓക്കെ അല്ലേ? ഇനി സെന്റൻസസിലോട്ട് പോകാം. ഓക്കെ, വി വാച്ച്ഡ് എ ഫണ്ണി മൂവി. വി വാച്ച്ഡ് എ ഫണ്ണി മൂവി. We watched a funny movie. He watched the birds fly away. He watched the birds fly away. He watched the birds fly away. They watched television after dinner. They watched television after dinner. They watched television after dinner. She is watching her favorite show. She is watching her favorite show. She is watching her favorite show. They are watching to see what will happen next. They are watching to see what will happen next. They are watching to see what will happen next. We watched a funny movie. ഞങ്ങൾ ഒരു രസകരമായ സിനിമ കണ്ടു. ഇപ്പോൾ നമ്മളൊരു സെന്റൻസിൽ പറയുന്ന സമയത്ത് രസകരമായിട്ടുള്ള ഒരു സിനിമ കണ്ടു. ശരിക്കും ഫണ്ണി എന്നുള്ള വാക്കിനർത്ഥം തമാശയുള്ളത് എന്നാണ്. ഓക്കെ, വി വാച്ച്ഡ് എ ഫണ്ണി മൂവി. ഹി വാച്ച്ഡ് ദ ബേർഡ്സ് ഫ്ലൈ അവേ. അവൻ പക്ഷികൾ പറന്നു പോകുന്നത് നോക്കി അല്ലെങ്കിൽ കണ്ടു. ഇവിടെ പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുന്നത് അയാൾ നോക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഹി വാച്ച്ഡ് ദ ബേർഡ്സ് ഫ്ലൈ അവേ. അവൻ പക്ഷികൾ പറന്നു പോകുന്നത് നോക്കി അല്ലെങ്കിൽ കണ്ടു. They watch television after dinner. They watch television after dinner. അവർ
അത്താഴത്തിന് ശേഷം ടി വി കാണുന്നു. കാണുന്നു മീൻസ് അത് അവർ നോർമലി ചെയ്യുന്ന ഒരു കാര്യമാണ്, അവരുടെ ശീലമാണ്. ഇവിടെ ദേ പ്ലൂറൽ ആയതുകൊണ്ട്, ഒന്നിൽ കൂടുതൽ പേരുള്ളത് കൊണ്ട് വാച്ച് എന്ന് തന്നെയാണ്. ദേ വാച്ച് ടെലിവിഷൻ ആഫ്റ്റർ ഡിന്നർ. ദേ വാച്ച് ടെലിവിഷൻ ആഫ്റ്റർ ഡിന്നർ. അവർ അത്താഴത്തിന് ശേഷം ടി വി കാണാറുണ്ട്, അല്ലെങ്കിൽ അവർ അത്താഴത്തിന് ശേഷം ടി വി കാണും. അത് അവരുടെ ശീലം. ഓക്കെ, നെക്സ്റ്റ്. She is watching her favorite show. She is watching her favorite show. അവൾ അവളുടെ പ്രിയപ്പെട്ട ഷോ കാണുകയാണ് അല്ലെങ്കിൽ കാണുന്നു. അതായത് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. is watching എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. was watching ആണെങ്കിൽ ഈ സമയത്തിന്, ഇപ്പോഴേക്ക് മുമ്പ് അതെന്ത് ഭാഷയാണ്? എന്തായാലും ഈ ഒരു സമയത്തിന് മുൻപ്. ഓക്കെ, ഷീ ഈസ് വാച്ചിങ് എന്ന് പറയുമ്പോൾ അവൾ ഇപ്പോൾ കാണുന്നു എന്നാണ്, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഷീ വാസ് വാച്ചിങ് എന്ന് പറഞ്ഞാൽ അവൾ കാണുകയായിരുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ ഇപ്പോൾ ഈസ് വാച്ചിങ്. ഷീ ഈസ് വാച്ചിങ് ഹർ ഫേവറിറ്റ് ഷോ. അവൾ അവളുടെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഷോ കാണുകയാണ് അല്ലെങ്കിൽ കാണുന്നു. Okay, she is watching her favorite show. They are watching to see what will happen next. They are watching. അവർ കാണുകയാണ്. ഇപ്പോൾ ഷീ ഇസ് വാച്ചിങ്ങും ദേ ആർ വാച്ചിങ്ങും തമ്മിൽ എന്താണ് വ്യത്യാസം? ഷീ ഇസ് വാച്ചിങ്ങിൽ ഇസ് വരാൻ കാരണം ഷീ എന്നുള്ള തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഓക്കെ, ദേ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ടാണ് ആർ എന്ന് വന്നത്. ദേ ആർ വാച്ചിങ്. ഇപ്പൊ ഐ ആണെങ്കിൽ ഐ ആം വാച്ചിങ്, യു ആണെങ്കിൽ യു ആർ വാച്ചിങ്, വി ആണെങ്കിൽ വി ആർ വാച്ചിങ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നടക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദേ ആർ വാച്ചിങ് ടു സീ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് കാണാനാണ് അവർ ഉറ്റുനോക്കുന്നത്. ഓക്കെ, ഇവിടെ വാച്ചിങ് എന്നുള്ളത് ഉറ്റുനോക്കുന്നു എന്നുള്ള രീതിയിലാണ് മലയാളീകരിക്കുമ്പോൾ വരുന്നത്. ഓക്കെ, ദേ ആർ വാച്ചിങ്, ശരിക്കും അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ വാച്ചിങ്, അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ടു സീ, കാണാൻ. എന്ത്? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, അടുത്തത് എന്ത് സംഭവിക്കുമെന്ന്. അപ്പൊ എന്താണ്? അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് കാണാനാണ് അവർ വീക്ഷിക്കുന്നത്, അവർ കാണുന്നത്. കാണുന്നത് എന്ന് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, വീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് എന്ന് തന്നെ പറയണം. ഓക്കെ, അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് കാണാനാണ് അവർ വീക്ഷിക്കുന്നത്. അടുത്തത് എന്ത് സംഭവിക്കുന്നതെന്ന് കാണാനാണ് അവർ വീക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറ്റുനോക്കുകയാണ് അല്ലെങ്കിൽ അവർ ഉറ്റുനോക്കുകയാണ് അടുത്തെന്ത് സംഭവിക്കുന്നു. അതാണ് ശരിക്കും നമ്മളിപ്പം നോർമലായിട്ടുള്ള മലയാളത്തിൽ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന കൊളോക്കിയൽ രീതിയിലുള്ള മലയാളത്തിൽ പറയണത് അടുത്തെന്താ നടക്കാൻ പോകുന്നത് നമ്മൾ നോക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളത് കാണാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയില്ലേ, അതാണ് ആ സെന്റൻസ്. ഓക്കെ, ദേ ആർ വാച്ചിങ് ടു സീ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. ദേ ആർ വാച്ചിങ് ടു സീ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. ടീച്ചറിന്റെ കൂടെ ഒരു തവണ എല്ലാ സെന്റൻസസും വായിച്ചാലോ? ശ്രദ്ധിച്ച് വായിക്കുക. വി വാച്ച്ഡ് എ ഫണ്ണി മൂവി. ഹി വാച്ച്ഡ് ദ ബേർഡ്സ് ഫ്ലൈ അവേ. They watch television after dinner. She is watching her favorite show. They are watching to see what will happen next. Okay le? അടുത്തത് we will be watching out for you. വാച്ചിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെ ശ്രദ്ധിക്കുക, പരിഗണിച്ച് ശ്രദ്ധിക്കുക എന്നാണ്. അത് രണ്ട് തരത്തിലാവാം. ഒന്ന് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം കീപ്പ് ചെയ്യാൻ വേണ്ടി, രണ്ട് ഉത്തരവാദിത്വം കീപ്പ് ചെയ്യാനാണ്. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. പോസിറ്റീവ് എന്താണ്? നമ്മളൊരാളെ നമ്മുടെ സംരക്ഷണയിലുള്ള ഒരാളെ നമ്മൾ വാച്ചിങ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ. പിന്നെ അല്ലാതെ വേറെ ഒന്നുണ്ട്, അവൻ കള്ളനാണോ എന്ന് അറിയാൻ വേണ്ടി വാച്ച് ഔട്ട് ചെയ്യും. അതുകൊണ്ട് എന്ത് തന്നെയായാലും നമ്മൾ ഒരു കാര്യത്തെ പൂർണ്ണമായ രീതിയിൽ ശ്രദ്ധിച്ച് വീക്ഷിച്ച് നടക്കുന്നതിനെയാണ് ഈ വാച്ച് ഔട്ട് എന്ന് പറയുക. ഓക്കെ, അതാണ് അത്, ആ ഒരു യൂസേജ്. ഓക്കെ, വി വിൽ ബി വാച്ചിങ് ഔട്ട് ഫോർ യു. ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കും. വി വിൽ ബി വാച്ചിങ് ഔട്ട് ഫോർ യു. നമ്മൾ നിന്നെ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ
ശ്രദ്ധിക്കും. He watches the news every morning. He watches the news every morning. ഇനി every എന്നൊന്നും ആരും പറയരുതേ. Every. Okay? He watches the news every morning. അവൻ എല്ലാ ദിവസവും രാവിലെ വാർത്തകൾ കാണുന്നു. അത് അവന്റെ ശീലമാണ്. അവിടെ നോക്കൂ, വാച്ചസ്. ഇവിടെ വാച്ച് WATCH എന്ന ആക്ഷൻ വേർഡിന്റെ കൂടെ ഒരു എസ് ചേർക്കുമ്പോൾ എസ് ഒറ്റക്കല്ല വരിക, ES ആയിട്ടാണ് കയറുക. ഇവിടെ എന്തിനാണ് എസ് വന്നത് എന്തിനാണ്? ഇവിടെ ഹി, അവൻ എന്ന വ്യക്തിയുടെ ശീലമാണ് പറയുന്നത്. ഹി ഈസ് എ തേർഡ് പേഴ്സൺ അല്ലെ? ഹി ഒരു തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ സിംഗുലർ കൂടിയാണ്, ഒറ്റയാളാണ്. അപ്പൊ എന്താണ്, നമ്മൾ എസ് ആഡ് ചെയ്യണം അല്ലെ വേർബിന്റെ കൂടെ. ഇവിടെ വാച്ചിൽ എസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഇയും കൂടി ചേർന്ന് നിൽക്കും. എന്നിട്ട് അതിനെ വാച്ചസ് എന്നാണ് നമ്മൾ വായിക്കുക. വാച്ചസ്. He watches the news every morning. He watches the news every morning. അവൻ എല്ലാ ദിവസവും രാവിലെ വാർത്തകൾ കാണുന്നു, അല്ലെങ്കിൽ കാണാറുണ്ട്, കാണും. He watches the news every morning. അവൻ എല്ലാ ദിവസവും രാവിലെ വാർത്തകൾ കാണുന്നു. അവൻ എല്ലാ ദിവസവും രാവിലെ വാർത്തകൾ കാണാറുണ്ട്. അവൻ എല്ലാ ദിവസവും രാവിലെ വാർത്തകൾ കാണും. ഈ മൂന്നിൽ ഏതെഴുതിയാലും തെറ്റൊന്നുമല്ല, അത് ശീലത്തെക്കുറിച്ച് പറയുകയാണ്. He watches the news every morning. My neighbor watches my cat when I'm away. When I'm away, my neighbor watches my cat. My neighbor watches my cat when I'm away. ഞാൻ ഇല്ലാത്തപ്പോൾ, ഞാൻ ദൂരെയായപ്പോൾ, ഐ ആം അവേ എന്ന് പറഞ്ഞാൽ ഞാൻ ദൂരെ ഉള്ളപ്പോഴും, അതായത് ഞാൻ ആ സ്ഥലത്ത് ഇല്ലാത്തപ്പോഴും നടത്തപ്പോൾ. ഓക്കെ, ഞാൻ ഇല്ലാത്തപ്പോൾ എൻ്റെ അയൽക്കാരൻ എൻ്റെ പൂച്ചയെ നോക്കുന്നു. ഞാൻ ഇല്ലാത്തപ്പോൾ എൻ്റെ അയൽക്കാരൻ എൻ്റെ പൂച്ചയെ നോക്കുന്നു. ഇവിടെയും വാച്ചസ്. ഓക്കെ, വാച്ച് പ്ലസ് എസ്സിൽ വെറും എസ് അല്ല ചേരുക, ഒരു ES ആയിട്ടാണ് ചേരുക. ഓക്കെ, മൈ നെയ്ബർ വാച്ചസ് മൈ cat when I'm away. My neighbor watches my cat when I'm away. അടുത്തത് നോക്കാം. She's watching the baby play. She's watching the baby play. BABY എന്നുള്ള വാക്ക് പലരും ബേബി എന്നാ പറയാ. ശരിക്കും അതിന്റെ ഉച്ചാരണം ബേബി അല്ല, ബേബി. ആ എ ഇല്ലേ, ആ എ നമ്മളൊന്ന് എയ് എന്ന് വിളിക്കും, എന്നിട്ടേ ബി പറയുന്നുള്ളൂ. അപ്പൊ ബേബി, 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 ബേബി. ഓക്കെ, ബേബി. She is watching the baby play. She is watching the baby play. ഓക്കെ, അവൾ കുഞ്ഞിന്റെ കളി നോക്കി നിൽക്കുകയാണ്. നമ്മളല്ല നോക്കിയിരിക്കുന്ന, അതാ നോക്കിയിരിക്കുന്നതെന്ന് പറയും അല്ലെ, ഒരു നാടൻ പ്രയോഗത്തിൽ അതാ നോക്കിയിരിക്കുന്ന. അതന്നെ ആ സംഭവം തന്നെ, അതാണ് വാച്ചിങ്. ഷീ ഈസ് വാച്ചിങ് ദ ബേബി പ്ലേ. അവൾ കുഞ്ഞിന്റെ കളി നോക്കി നിൽക്കുകയാണ്. ഷീ ഈസ് വാച്ചിങ് ദ ബേബി പ്ലേ. ഇപ്പൊ ഞാനിങ്ങനെ ഓരോ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പല സെന്റൻസസും, മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല സെന്റൻസസിലും നിങ്ങൾ വാച്ച് കൊണ്ടിട്ടില്ലേ അല്ലെ? ചിന്തിച്ചു നോക്കൂ അല്ലെ. അവിടെ ഞാൻ അങ്ങനെ പറയുന്ന സെന്റൻസ് ഇംഗ്ലീഷിലാക്കുമ്പോൾ വാച്ചാണ് വരിക എന്നുള്ളൊരു തോട്ട് വരുന്നില്ലെങ്കിൽ വരുത്തണം. ഓക്കെ, എന്നാലേ അതിൻ്റെ ഒരു നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇഫക്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ മലയാളം പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മലയാളത്തിൽ പല വാചകങ്ങളും വാക്യങ്ങളും സെന്റൻസസ് പറയുന്നുണ്ടാവും. അപ്പോൾ അതിൽ ആ ഉപയോഗിക്കുന്ന കാണുക, അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന നോക്കി നിൽക്കുക എന്നുള്ളതൊക്കെ എന്താണ്, വാച്ചാണ് എന്നുള്ളൊരു ഐഡിയ വരണം. അങ്ങനെയാണ് നമ്മൾ ലിങ്ക് ചെയ്ത് ഭാഷ ഒന്ന് വിപുലീകരിച്ച് കൊണ്ടുപോവുക. ഓക്കെ, നമുക്കിപ്പോൾ സെന്റൻസസ് ഒരു 3 തവണ വായിക്കാം. ശ്രദ്ധിച്ച് ടീച്ചറിന്റെ കൂടെ തന്നെ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, we will be watching out for you. We will be watching out for you. We will be watching out for you. He watches the news every morning. He watches the news every morning. He watches the news every morning. My neighbor watches my cat when I'm away. My neighbor watches my cat when I'm away. My neighbor watches my cat
When I am away. When I am away എന്ന് പറയുന്നത് ഒന്നും കൂടി ശ്രദ്ധിക്കുക. When I am away. ഞാൻ ദൂരെയുള്ളപ്പോഴേ, ഞാൻ അവിടെ ഇല്ലാത്തപ്പോഴേ. When I am inside the house. ഞാൻ വീട്ടിനകത്തുള്ളപ്പോഴേ. When I am inside the car. ഞാൻ കാറിനകത്തുള്ളപ്പോഴേ. When I went to toilet. ഞാൻ ടോയ്ലറ്റിലേക്ക് പോയപ്പോഴേ. When I went to library. ഞാൻ ലൈബ്രറിയിലേക്ക് പോയപ്പോഴേ. ഓക്കെ, when I am away. മനസ്സിലായോ? My neighbor watches my cat when I am away. My neighbor watches my cat when I am away. My neighbor watches my cat when I am away. Okay? She is watching the baby play. She is watching the baby play. She is watching the baby play. ഇവിടെ am away എന്നുള്ളതിൽ I apostrophe M. അതുപോലെ തന്നെ ഷീസ് എന്ന് പറയുന്നതിൽ ഷീ അപ്പോസ്ട്രോഫി എസ്. അത് രണ്ട് വാക്കിനെ ഒന്നാക്കുമ്പോഴും ചെയ്യുന്നതാണ്. I am away എന്നുള്ളതാണ് am ആയത്. ഷീ ഈസ് വാച്ചിങ് എന്നുള്ളതാണ് ഷീസ് വാച്ചിങ് ആയത്. ഓക്കെ, അവിടെ ഇസും ആമും എന്ത് ചെയ്തത് ഐ ചെയ്ത ആളുമായിട്ട് ചേർത്ത് വെച്ചതാണ്. ഓക്കെ, ആം അവേ എന്നുള്ളത് I am away. ഷീ ഈസ് വാച്ചിങ് എന്നുള്ളത് ഷീ ഈസ് വാച്ചിങ്. നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് താഴെ അതൊന്ന് എഴുതി വെച്ചാളാം. I am away ആണ് I am away. ഷീ ഈസ് വാച്ചിങ് എന്നുള്ളത് ഷീ ഈസ് വാച്ചിങ്. ഇത് രണ്ടും നിങ്ങളുടെ നോട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് അടുത്ത ഹോംവർക്ക്, തേർഡ് ഹോംവർക്ക് എന്താണ്? ഇപ്പോഴും നമ്മൾ പഠിച്ച വാച്ച് എന്നുള്ള ആക്ഷൻ വേർഡിന്റെ V1, V2, V3, ING, S ഫോം. ഓക്കെ, അത് ആദ്യം 3 എന്ന് എഴുതുക, ഒരു കുത്തിടുക, ഒരു സ്പേസ് ഇടുക, എന്നിട്ട് നിങ്ങളുടെ പേരെഴുതുക, എന്നിട്ട് ഈ വാക്കുകൾ ടൈപ്പ് ചെയ്ത് കമന്റിൽ ഇടുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ തേർഡ് അറ്റൻഡൻസ്. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോയാലോ? അടുത്ത വാക്കാണ് വളരുക അല്ലെങ്കിൽ വളർത്തുക. ഗ്രോ, GROW, ഗ്രോ. ഗ്രോ, വളരുക അല്ലെങ്കിൽ വളർത്തുക. നമുക്ക് വളരുക വളർത്തുക എന്നൊക്കെ പറയുമ്പോൾ ഇതാ ആ സ്ക്രീനിൽ കാണുന്ന ചെടിയെയാണ് ഓർമ്മ വരിക അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നമ്മളെ വളർത്തി എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ ഓർക്കുക അല്ലെ? ചെടികളെ വളർത്തുന്നു, മക്കളെ വളർത്തുന്നു. മക്കളെ പക്ഷെ വളർത്തുന്നു എന്നല്ല പറയുക അല്ലെ, പോറ്റി വളർത്തുന്നു എന്നാണ്. പക്ഷെ ഈ ഗ്രോ എന്നുള്ളത് മക്കളെ പോറ്റി വളർത്തുന്നത് വരുന്നില്ല. വളരുക അല്ലെങ്കിൽ വളർത്തുക, ചെടികളെ അല്ലെങ്കിൽ സ്വയമേവ ഒരു കുട്ടി വളരുന്നത് വരും. ഓക്കെ, അതാണ് ഗ്രോ, GROW, ഗ്രോ, വളരുക അല്ലെങ്കിൽ വളർത്തുക. വളർത്തി അല്ലെങ്കിൽ വളർന്നു എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ വരും? GREW, ഗ്രൂ. ഗ്രോ, ഗ്രൂ. V1 ഫോം ബേസ് ഫോം ഗ്രോ, V2 ഫോം പാസ്റ്റ് ഫോം ഗ്രൂ, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഗ്രോൺ. ഗ്രോ, ഗ്രൂ, ഗ്രോൺ. ഇത് പഠിക്കുമ്പോഴേ നിങ്ങൾ മുമ്പ് പഠിച്ച ഏതോ ഒരു വാക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഡ്രോ, ഡ്രൂ, ഡ്രോൺ. പക്ഷെ ഡ്രോണിലും ഡ്രോയിലും ഒക്കെ എങ്ങനെയാണ്? A ആണല്ലേ ഉണ്ടായത്. അവിടെ DRAW, ഇവിടെ GROW. എന്തായാലും നമ്മൾ ഉച്ചാരണം പറയുന്ന സമയത്ത് V1, V2, V3 പറയുമ്പോൾ ഒരു സിമിലാരിറ്റി വരുന്നുണ്ട് അല്ലേ? എല്ലാം, അതായത് V1, V2, V3, ING, S ഒക്കെ പറയുമ്പോൾ ഒരു സിമിലാരിറ്റി വരുന്നുണ്ട്. ഗ്രോ, ഗ്രൂ, ഗ്രോൺ. ഗ്രോ, വളരുക, വളർത്തുക. ഗ്രൂ, വളർന്നു, വളർത്തി. ഓക്കെ, ഗ്രോൺ, ഗ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തപ്പെട്ടു. ഓക്കെ, ഗ്രോ, ഗ്രൂ, ഗ്രോൺ. ഗ്രോ, ഗ്രൂ, ഗ്രോൺ. V1 ഫോം ബേസ് ഫോം ഗ്രോ, V2 ഫോം പാസ്റ്റ് ഫോം ഗ്രൂ, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഗ്രോൺ. ഓക്കെ, ഗ്രോ, ഗ്രൂ, ഗ്രോൺ. ഓക്കെ, വളരുന്നു വളർത്തുന്നു എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ING അല്ലേ? ഗ്രോയിങ്, ഗ്രോയിങ്, ഗ്രോയിങ്. വളർത്തുക, വളരുക, ഗ്രോ. വളർത്തി, വളർന്നു, ഗ്രൂ. വളർത്തുന്നു, വളരുന്നു, ഗ്രോയിങ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു,
കുട്ടികളെ വളർത്തി എന്ന് പറയുന്നതിൽ ഈ ഗ്രോ ഗ്രൂനൊന്നും ബന്ധമില്ല. പോറ്റി വളർത്തുക എന്നുള്ള രീതിയിലേക്കാണ് കുട്ടികളെ പോറ്റി വളർത്തുക എന്നുള്ള രീതിയിലേക്കാണ് വളർത്തുക എന്ന് യൂസ് ചെയ്യുക. ഈ ഗ്രോയിങ് എന്നുള്ളതല്ല. ഓക്കെ, ഇത് സ്വതവേ നടക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പം അത് സ്വയം ചെയ്യുന്നതുമായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ചെടിയെ നട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ചെടി വളർത്തി എന്ന് പറയും. അത് ശരിക്കും അത് സ്വയം വളരുന്നതാണ്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഈ കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് ആ ഒരു പ്രക്രിയയുടെ അർത്ഥത്തിലല്ല, പോറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും നോക്കിക്കണ്ട് അവരെ നേർച്ചർ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ഡിഫറെൻ്റ് ആണ്. അത് ഇതിലേക്ക് കൂട്ടിക്കലർത്തണ്ട. ഓക്കെ, ഗ്രോയിങ്, വളരുക, ഗ്രോ, വളർത്തുക, ഗ്രോ, വളർന്നു, ഗ്രൂ, വളർത്തി, ഗ്രൂ, വളരുന്നു, ഗ്രോയിങ്, വളർത്തുന്നു, ഗ്രോയിങ്. ഓക്കെ, ഗ്രോയിങ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. GROW, ഗ്രോ, GREW, ഗ്രൂ, GROWING, ഗ്രോയിങ്. ഗ്രോയിങ്. നമുക്ക് ഈ വളരലും വളർത്തലും ഒക്കെ ഒന്ന് സെന്റൻസസിലോട്ട് ഇട്ടാലോ? മെനി പ്ലാന്റ്സ് ഗ്രോ ക്വിക്ലി ഇൻ ദ സമ്മർ. മെനി പ്ലാന്റ്സ് ഗ്രോ ക്വിക്ലി ഇൻ ദ സമ്മർ. വേനൽക്കാലത്ത് പല ചെടികളും വേഗത്തിൽ വളരുന്നു അല്ലെങ്കിൽ വളരും. അതൊരു ഫാക്റ്റാണ്, അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബേസ് ഫോം വെച്ചിട്ടാണ് പറയുക, സെന്റൻസ് പറയുക. ഫാക്റ്റ്, ശീലം, ഇതൊക്കെ നമ്മൾ ബേസ് ഫോം വെച്ചിട്ട് V1 ഫോം വെച്ചിട്ടാണ് പറയുക വേർബിന്റെ. ഓക്കെ, മെനി പ്ലാന്റ്സ് ഗ്രോ ക്വിക്ലി ഇൻ ദ സമ്മർ. ദ സ്മോൾ സീഡ് ഗ്രൂ ഇൻ ടു എ ലാർജ് ട്രീ. ആ ചെറിയ വിത്ത് ഒരു വലിയ മരമായി വളർന്നു. ദ സ്മോൾ സീഡ്, ആ ചെറിയ വിത്ത്, ഗ്രൂ, വളർന്നു, ഇൻടു എ ലാർജ് ട്രീ, ഒരു വലിയ മരമായിട്ട്. ദ സ്മോൾ സീഡ് ഗ്രൂ ഇൻടു എ ലാർജ് ട്രീ. ചെറിയ വിത്ത് വളർന്ന് വലിയ മരമായി എന്നാണ് നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയാ പറയാ അല്ലെ? ചെറിയ വിത്ത് വളർന്ന് വലിയ മരമായി എന്ന്. അപ്പോൾ ഇവിടെ ചെറിയ വിത്ത് വളർന്നു, ഗ്രൂ. ഓക്കെ, ചെറിയ വിത്ത് വളർന്നു വലിയ മരമായി. ദ ചിൽഡ്രൻ ഹാവ് ഗ്രോൺ സോ മച്ച് സിൻസ് ലാസ്റ്റ് ഇയർ. ദ ചിൽഡ്രൻ ഹാവ് ഗ്രോൺ സോ മച്ച് സിൻസ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം മുതൽ കുട്ടികൾ വളരെയധികം വളർന്നു. ഹാവ് ഗ്രോൺ, ഇവിടെ V3 ഫോം ഓഫ് ഗ്രോ ആണ്. കഴിഞ്ഞ വർഷം മുതൽ കുട്ടികൾ വളരെയധികം വളർന്നു. ദ ചിൽഡ്രൻ ഹാവ് ഗ്രോൺ സോ മച്ച് സിൻസ് ലാസ്റ്റ് ഇയർ. ഹി ഈസ് ഗ്രോയിങ് എ മുസ്റ്റാഷ്. ഹി ഈസ് ഗ്രോയിങ് എ മുസ്റ്റാഷ്. അവൻ ഒരു മീശ വളർത്തുകയാണ്. മുസ്റ്റാഷ്, മീശ അല്ലെ? മീശ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എത്ര ചെറിയ വാക്കല്ലേ? ഇംഗ്ലീഷിൽ പറയുമ്പോൾ മുസ്റ്റാഷ് അല്ലെ? മുസ്റ്റാഷ്. ഹി ഈസ് ഗ്രോയിങ് എ മുസ്റ്റാഷ്. ഹി ഈസ് ഗ്രോയിങ് എ മുസ്റ്റാഷ്. മൈ കാറ്റ് ഓഫൻ ഗ്രോസ് ടയർഡ് ഇൻ ദ ആഫ്റ്റർനൂൺ. മൈ കാറ്റ് ഓഫൻ ഗ്രോസ് ടയർഡ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഇവിടെ ഗ്രോ എന്ന് പറയുന്നതും ടയേർഡ് എന്ന് പറയുന്നതും ഒരുമിച്ച് പറയുകയാണ്. അതായത് ഗ്രോസ് ടയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിതമാവുക. അതായത് കൂടുതൽ ക്ഷീണിതം. അതായത് ഒരു സമയത്ത് ഇപ്പോൾ ഒരു 12 മണിക്കാണെങ്കിൽ കുറച്ച്, 12:30 ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി, 1 മണിയാകുമ്പോഴേക്ക് കുറച്ചുകൂടെ, 1:30 ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ, അങ്ങനെ കൂടിക്കൊണ്ട് വരുന്ന ഒരു കാര്യത്തിനെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗ്രോസ് ടയേർഡ്. ഗ്രോസ് ബ്യൂട്ടിഫുൾ അങ്ങനെയും പറയാറില്ലേ? ഗ്രോസ് ഹാൻസം. ഓക്കെ. മൈ കാറ്റ്
often grows tired in the afternoon. എൻ്റെ പൂച്ച ഓഫൻ എന്നുള്ളതാണ് പലപ്പോഴും, മിക്കപ്പോഴും, പലപ്പോഴും. മൈ കാറ്റ് ഓഫൻ ഗ്രോസ് ടയേർഡ് ഇൻ ദ ആഫ്റ്റർനൂൺ. എൻ്റെ പൂച്ച പലപ്പോഴും ഉച്ച കഴിഞ്ഞ് ക്ഷീണിതനാകും. ഓക്കെ, ഗ്രോസ് ടയേർഡ് എന്ന് പറഞ്ഞത് ക്ഷീണിതനാകും. പക്ഷെ ആ ക്ഷീണിതനാകുന്ന ആ പ്രോസസ്സ് കുറച്ചൊരു എന്താണ്, കൂടിക്കൂടി സമയം പോകുന്തോറും കൂടിക്കൂടി വരുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഗ്രോസ് ടയേർഡ് എന്ന് പറയുക. ഓക്കെ, ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണത്തിൻ്റെത് വളരുന്നത് ഗ്രോസ് ടയേർഡ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടിക്കൂടി വന്നിട്ട് ഉള്ള കാര്യത്തെ നമ്മൾ ഗ്രോസ് എന്ന് ഉപയോഗിച്ചിട്ട് പറയും. ഓക്കെ, മൈ കാറ്റ് ഓഫൻ ഗ്രോസ് ടയേർഡ് ഇൻ ദ ആഫ്റ്റർനൂൺ. എൻ്റെ പൂച്ച പലപ്പോഴും ഉച്ച കഴിഞ്ഞ് ക്ഷീണിതനാകും. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, OFTEN. നോക്കിയേ, ഓഫും ടെന്നും അല്ലേ, ഓഫും ടെന്നും ആണ്. രണ്ട് വാക്കിനെ ഒന്നിച്ച് ചേർത്ത് അവർ വെച്ചപ്പോഴവിടെ ടി എന്തായി, പറന്നുപോയി. ശബ്ദം അവിടെ ഉണ്ട്, ഇരിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ സൗണ്ട് നഷ്ടപ്പെട്ടു. അപ്പം അതിനെന്താ വായിക്കുക, ഓഫൻ. ഓഫൻ, ഓഫ്റ്റൻ എന്നൊന്നും വായിച്ചേക്കല്ലേ, ഓഫ്റ്റൻ അല്ല, ഓഫൻ. ഓഫും ടെന്നും കൂടി ചേർത്ത് വെച്ചപ്പോഴേ അതിൻ്റെ അർത്ഥം പലപ്പോഴും മിക്കപ്പോഴും എന്നൊക്കെ ആയെങ്കിലും അതിൻ്റെ ടി എന്തായി, സൈലൻ്റ് ആയിപ്പോയി. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നല്ല ഉഷാറിൽ ടെൻ 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 എന്ന് പറയുന്നുണ്ടായത് എന്തായി, ഓഫൻ എന്നായി, ടി സൈലൻ്റ് ആയി, അപ്പം വിഴുങ്ങി. ഓക്കെ, പറന്നുപോയി എന്ന് പറയാം, അപ്പം വിഴുങ്ങണ്ട അല്ലേ, പറന്നുപോയിക്കോട്ടെ, ശബ്ദം പറന്നുപോയി. അങ്ങനെ അതെന്തായി, ഓഫൻ. മൈ കാറ്റ് ഓഫൻ ഗ്രോസ് ടയേർഡ് ഇൻ ദ ആഫ്റ്റർനൂൺ. മൈ കാറ്റ് ഓഫൻ ഗ്രോസ് ടയേർഡ് ഇൻ ദ ആഫ്റ്റർനൂൺ. നമ്മൾ ഗെറ്റ്സ് ടയേർഡ് എന്നും പറയാറുണ്ട് അല്ലേ, നമ്മൾ ഗെറ്റ്സ് ടയേർഡ്, അതുപോലെ തന്നെ ഗെറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും കാര്യം ഇതേ ഗ്രോസ് എന്ന് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഗെറ്റ് എന്ന് വെച്ചിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് വേറെ സെൻറ്റൻസ്, ഗെറ്റ് എന്നുള്ള വാക്ക് പഠിക്കുമ്പോഴും നമുക്ക് വേറെ സെൻറ്റൻസ് എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗ്രോസ് ടയേർഡ്. മൈ കാറ്റ് ഓഫൻ ഗ്രോസ് ടയേർഡ് ഇൻ ദ ആഫ്റ്റർനൂൺ. മെനി പ്ലാന്റ്സ്, ആ ടീച്ചറുടെ കൂടെ തന്നെ വായിച്ചോ 2 തവണ. മെനി പ്ലാന്റ്സ് ഗ്രോ ക്വിക്ലി ഇൻ ദ സമ്മർ. Many plants grow quickly in the summer. The small seed grew into a large tree. The small seed grew into a large tree. The children have grown so much since last year. The children have grown so much since last year. He is growing a mustache. He is growing a mustache. My cat often grows tired in the afternoon. My cat often grows tired in the afternoon. Okay? എല്ലാവർക്കും അടിപൊളിയായി തോന്നിയില്ലേ ഗ്രോ എന്നുള്ള വാക്ക്? അപ്പം ഇനി എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രോ, അതായത് 4ാമത്തെ അറ്റൻഡൻസ്. എന്താണ് 4 എന്ന് എഴുതുക, ഒരു കുത്തിടുക, സ്പേസ് ഇടുക, എന്നിട്ട് എന്തെഴുതണം, പേരെഴുതുക. അതിനുശേഷം ഗ്രോ എന്ന വാക്കിൻ്റെ V1, V2, V3, ING, അതുപോലെ തന്നെ S ഫോം ഒക്കെ എഴുതുക. ഓക്കെ, ഓക്കെ അല്ലേ? നാലാമത്തെ അറ്റൻഡൻസ് ഇട്ടല്ലോ. അപ്പം നമുക്ക് ബാക്കിയുള്ള ഗ്രോ വെച്ചുള്ള സെൻറ്റൻസ് നോക്കാം അല്ലേ. ചിൽഡ്രൻ ഗ്രോ taller every year. Children grow taller every year. Children grow taller every year. കുട്ടികൾ എല്ലാ വർഷവും നീളത്തിൽ വളരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ടോളാകുന്നു. നേരത്തെ നമ്മൾ ഗ്രോസ് ടയേർഡ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗ്രോ ടോളർ, നീളം കൂടുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചിൽഡ്രൻ ഗ്രോ ടോളർ എവ്രി ഇയർ, എല്ലാ വർഷവും കുട്ടികൾക്ക് നീളം കൂടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നീളത്തിൽ വളരുന്നു എന്നാണ് ഉദ്ദേശം. ഓക്കെ, ഗ്രോ ടോളർ, നീളത്തിൽ വളർച്ച ഉണ്ടാകുന്നു. തടി വളരണം എന്നില്ല, തടി കൂടണം എന്നില്ല, പക്ഷെ നീളത്തിൽ എന്തുണ്ടാവുന്നു, വളർച്ച ഉണ്ടാവുന്നു. ചിൽഡ്രൻ ഗ്രോ ടോളർ എവ്രി ഇയർ, എല്ലാ വർഷവും കുട്ടികൾ ഉയരത്തിൻ്റെ കാര്യത്തിൽ വളരുന്നു, അല്ലെങ്കിൽ കുട്ടികൾ നീളം വയ്ക്കുന്നു. നമ്മളിപ്പം മലയാളം നോർമലായി പറയുന്നുണ്ടെങ്കിൽ കുട്ടികൾ എല്ലാ വർഷവും നീളം വയ്ക്കുന്നു.
അതിനെ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സെന്റൻസ് ആണെന്ത്? ചിൽഡ്രൻ ഗ്രോ ടോളർ എവറി ഇയർ. അടുത്തത് ഷീ ഗ്രൂ അപ്പ് ഇൻ എ സ്മോൾ വില്ലേജ്. ഷീ ഗ്രൂ അപ്പ് ഇൻ എ സ്മോൾ വില്ലേജ്. അവൾ ഒരു ചെറിയ ഗ്രാമത്തിലാണ് വളർന്നത്. ഗ്രൂ വളർന്നു. ഓക്കെ, ഷീ ഗ്രൂ അപ്പ് ഇൻ എ സ്മോൾ വില്ലേജ്. അവൾ ഒരു ചെറിയ ഗ്രാമത്തിലാണ് വളർന്നത്. ഷീ ഗ്രൂ അപ്പ് ഇൻ എ സ്മോൾ വില്ലേജ്. ഇത് വളർന്നത് എന്ന് പറയുമ്പോൾ നീളം വെക്കുന്നു എന്നുള്ളതല്ല. ഗ്രൂ അപ്പ് എന്ന് പറയുന്നത് വളർന്നു, പ്രായം എത്തുമല്ലോ. അതായത് നിങ്ങൾ ചെറുപ്പത്തിൽ ഏത് നാട്ടിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുമല്ലോ. അതുപോലെയുള്ളതാണിത്. നമ്മൾ വളർന്നു വന്ന നാട് ഏതാണെന്നുള്ളത്. വളർന്നു വന്നു. ഷീ ഗ്രൂ അപ്പ്. അവൾ വളർന്നു വന്നു ഇൻ എ സ്മോൾ വില്ലേജ്. ചെറിയ ഗ്രാമത്തിൽ. ഓക്കെ. These tomatoes were grown in our garden. These tomatoes were grown in our garden. ഈ തക്കാളികൾ, these, ഇവ ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് these. ഓക്കെ, these tomatoes, ഈ തക്കാളികൾ ഞങ്ങളുടെ പൂന്തോട്ടത്തിലാണ് വളർത്തിയത്. ഇവിടെ വളർത്തുക എന്നുള്ളതിൻ്റെ V3 ഫോമാണ്. വളരുകയല്ല, വളർത്തുക. അതാരോ നട്ട് വളർത്തിയതാണ്. മനസ്സിലായല്ലോ? ദീസ് ടൊമാറ്റോസ് were grown in our garden. ഈ തക്കാളികൾ ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ വളർത്തിയതാണ്, അല്ലെങ്കിൽ പൂന്തോട്ടത്തിലാണ് വളർത്തിയത്. ഓക്കെ. The company is growing rapidly. The company is growing rapidly. The company is growing rapidly. കമ്പനി വേഗത്തിൽ വളരുന്നു. is growing, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. The company is growing rapidly. Okay, next. This type of flower grows best in sunlight. This type of flower grows best in sunlight. ഈ ഇനം പൂവ് വെയിലത്ത് നന്നായി വളരുന്നു. വെയില്, സൂര്യപ്രകാശം. സൺലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം. നമ്മൾ മലയാളത്തിൽ ഈ സൂര്യപ്രകാശത്തെ നമ്മൾ മലയാളത്തിൽ വെയിൽ എന്ന് പറയും അല്ലേ. ദിസ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഗ്രോസ് ബെസ്റ്റ് ഇൻ സൺലൈറ്റ്. ദിസ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഗ്രോസ് ബെസ്റ്റ് ഇൻ സൺലൈറ്റ്. ഈ ഇനം പൂവ് സൂര്യപ്രകാശത്തിൽ അഥവാ വെയിലത്ത് നന്നായി വളരുന്നു, അല്ലെങ്കിൽ വളരും. ഇതൊരു ഫാക്റ്റ് ആണ്, വസ്തുതയാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ബേസ് ഫോം അല്ലെങ്കിൽ എസ് ഫോം ആണ് യൂസ് ചെയ്യുക. എസ് ഫോം എപ്പോഴാണ് യൂസ് ചെയ്യുക? തേർഡ് പേഴ്സൺ സിംഗുലർ കേസസിലൊക്കെ നമ്മൾ എസ് ഫോം യൂസ് ചെയ്യും, അല്ലെങ്കിൽ ബേസ് ഫോം V1 ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. ദിസ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഗ്രോസ് ബെസ്റ്റ് ഇൻ സൺലൈറ്റ്. നമുക്ക് സെന്റൻസസ് ഒക്കെ ഒരു 3 times വായിക്കാം. ടീച്ചറുടെ കൂടെ തന്നെ വായിക്കണേ. ചിൽഡ്രൻ ഗ്രോ ടോളർ എവറി ഇയർ. Children grow taller every year. Children grow taller every year. She grew up in a small village. She grew up in a small village. She grew up in a small village. These tomatoes were grown in our garden. These tomatoes were grown in our garden. These tomatoes were grown in our garden. The company is growing rapidly. The company is growing rapidly. The company is growing rapidly. This type of flower grows best in sunlight. This type of flower grows best in sunlight. This type of flower grows best in sunlight. ഓക്കെ. അടുത്ത വാക്ക് ചീകുക. ചിത്രം നോക്കിയേ. 2 പേരെ കാണാം അല്ലേ. ഒരു ബോയ്, ഒരു ഗേൾ. എ ബോയ്, എ ഗേൾ. 2 പേരുടെയും കയ്യിൽ എന്തുണ്ട്? ചീപ്പ് ഉണ്ടല്ലേ. അതിനെ നിങ്ങൾ ചീപ്പ് എന്ന് തന്നെയല്ലേ പറയാ. മുടി ചീകാൻ ഉപയോഗിക്കുന്നത് ചീപ്പ് അല്ലേ. ഇംഗ്ലീഷുകാർക്ക് അങ്ങനെ 2 വാക്കൊന്നുമില്ല. 2നും കൂടി ഒറ്റ വാക്കാണ് അവർ ഉപയോഗിക്കുക. ചീകുക എന്ന് പറയുന്നതും അവർക്ക് കോമാണ്. ചീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് കോം തന്നെയാണ്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുക സ്ക്രീനിൽ COMB എന്നല്ലേ, ടീച്ചർക്ക് കണ്ണ് കാണുന്നില്ലേ അല്ലേ, അവിടെ B ഇല്ലേ? പക്ഷെ ഇല്ല മോനെ, ഇല്ല മോളെ, B ഉച്ചാരണത്തിൽ ഇല്ല. നമ്മൾ കയറുക എന്നുള്ളത് ക്ലൈം എന്ന് പഠിച്ചില്ലേ, അതിന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? CLIMB. പക്ഷെ നമ്മൾ B സൈലന്റ് ആയി അവിടെ ഇരിക്കുകയായിരുന്നു അല്ലേ, അതുപോലെ തന്നെ ഇവിടെയും B സൈലന്റ് ആണ്. അത് ക്ലൈം എന്നാണെങ്കിൽ ഇത് കോം. ഓക്കെ, ചീകുക എന്നും ചീപ്പ് എന്നും പറയാൻ നമ്മൾ കോം തന്നെ ഉപയോഗിക്കാം. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? ആക്ഷൻ വേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ചീകുക എന്നുള്ള കോമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ശരിക്കും ചീപ്പ് എന്നുള്ളതിനെയും കോം തന്നെയാണ് പറയുക. B സൈലന്റ് ആണ്. ഓക്കെ, B സൈലന്റ് ആണ്. കോം, 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 COMB, കോം, COMB, കോം, COMB, കോം. ചീകുക, കോം, ചീകുക, കോം, ചീകുക. മുടി ചീകുന്നില്ലേ, അതുപോലെ തന്നെ അങ്ങനെ, അതായത് ഇങ്ങനെ പല്ലുകളുള്ള, ഇപ്പോൾ ചീപ്പിലുള്ള പല്ലുകൾ പോലെ പല്ലുകളുള്ള എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചീകുക എന്ന് തന്നെയാണ് പറയുക കേട്ടോ. ഓക്കെ, കോം. പിന്നെ വേറൊരു കോം കേട്ടിട്ടുണ്ടോ? അതിപ്പോൾ പറയണ്ട അല്ലേ, എല്ലാം കൂടി അധികമായി പോകും, നമുക്ക് പിന്നീട് പറയാം. ഇപ്പം നമുക്ക് ചീകുക എന്നുള്ളതും ചീപ്പ് എന്നുള്ളതുമായിട്ടുള്ള കോം മാത്രം നോക്കാം. ഓക്കെ, അതിൽ ഈ ക്ലാസ്സിൽ എന്തേ പറയുന്നുള്ളൂ? ചീകുക, കോം, COMB, കോം. ഇനി ചീകി അല്ലെങ്കിൽ ചീകപ്പെട്ടു എന്ന് പറയാൻ എങ്ങനെയാണ്? നമ്മൾ V2 V3 ഫോം കോമിന്റെ ED ആഡ് ചെയ്യാം. നമ്മുടെ ക്ലൈം, ക്ലൈംഡ്, ക്ലൈംഡ് എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ കോം, കോംഡ്, കോംഡ്, കോം, കോംഡ്, കോംഡ്. V1 ഫോം ബേസ് ഫോം കോം, V2 form past form combed, V3 form past participle form combed, comb, combed, combed, comb, combed, combed, comb. ചീകുക V1 form base form. Okay, V1 form base form comb, ചീകുക. V2 form past form ചീകി, combed, ചീകി, combed. V3 ഫോം past participle ഫോം ചീകപ്പെട്ടു, അതും combed തന്നെയാണ്. COMBED. B ഉണ്ടെങ്കിലും B പാവാണ്, ഒരു ശബ്ദം ഉണ്ടാക്കാതെ അവിടെ മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഓക്കെ, കോം, കോംഡ്, കോംഡ്. V1 ഫോം ബേസ് ഫോം കോം, V2 ഫോം പാസ്റ്റ് ഫോം combed, V3 ഫോം past participle form combed, comb, combed, combed. ചീകുക, ചീകി, ചീകപ്പെട്ടു, കോം, ചീകുക, ചീകി, combed, ചീകപ്പെട്ടു, combed തന്നെ. ഓക്കെ, V1 ഫോം ബേസ് ഫോം കോം, V2 ഫോം past ഫോം combed, V3 ഫോം past participle form combed. ഓക്കെ, ഇനി ചീകുന്നു. ചിലർ ചീകുക എന്നല്ല അല്ലേ പറയുക, വാരുക എന്ന് പറയും. മുടി വാരുക, മുടി വാരി, മുടി വാരുന്നു എന്നൊക്കെ പറയും അല്ലേ. അത് തന്നെയാണ് ഈ ചീകുക, ചീകുന്നു, ചീകി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ അർത്ഥം പറയുന്ന സമയത്ത് ശുദ്ധമായിട്ടുള്ള മലയാളത്തിൽ വരുന്ന അർത്ഥം പറയും. ഓക്കെ, അല്ലാതെ ഈ വാരുക, മുടി വാരുക എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെയാണത്. ഓക്കെ, അപ്പം ഇവിടെ ചീകുന്നു, കോമിങ്, കോം, combed, combing. ചീകുക, കോം, ചീകി, combed, ചീകുന്നു, combing, ചീകുക, കോം, COMB, കോം, ചീകി, COMBED, 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 ചീകുന്നു, combing, 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 COMB, comb, COMBED, combed, COMBING, combing. ചീകുക, കോം, ചീകി, combed, ചീകുന്നു, combing, ചീകുക, കോം, ചീകി, combed, ചീകുന്നു, combing. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ നെക്സ്റ്റ് അറ്റൻഡൻസ് 5 എന്ന നമ്പർ ഇടാം, ഒരു കുത്തിടാം, സ്പേസ് ഇടാം, എന്നിട്ട് എന്തെഴുതണം? കോം, ചീകുക എന്നുള്ള വാക്കിന്റെ V1 ഫോം, V2 ഫോം,
V3 ഫോം INGS, COMBS, കോംസ് എന്നാണ്. അത് നമ്മൾ സെന്റൻസസ് വരുമ്പോൾ നോക്കും. COMBS, ഓക്കെ, COMBS, കോംസ്. ഓക്കെ, അപ്പൊ ഇത് എഴുതുക. 5ാമത്തെ അറ്റൻഡൻസ്. നമുക്ക് ചീകുക എന്നത് സെന്റൻസസിലോട്ട് ഇട്ടാലോ? പ്ലീസ് കോം യുവർ ഹെയർ നീറ്റ്ലി. പ്ലീസ് കോം യുവർ ഹെയർ നീറ്റ്ലി. ദയവായി നിങ്ങളുടെ മുടി വൃത്തിയായി ചീകുക. പ്ലീസ് കോം യുവർ ഹെയർ നീറ്റ്ലി. പ്ലീസ് കോം യുവർ ഹെയർ നീറ്റ്ലി. ദയവായി നിങ്ങളുടെ മുടി വൃത്തിയായി ചീകുക. My mother combs her hair before bed. My mother combs her hair before bed. എൻ്റെ അമ്മ ഉറങ്ങുന്നതിനു മുൻപ് മുടി ചീകും. എൻ്റെ അമ്മ ഉറങ്ങുന്നതിനു മുൻപ് മുടി ചീകും. My mother combs her hair before bed. He is combing his beard in the mirror. He is combing his beard in the mirror. അവൻ കണ്ണാടിയിൽ നോക്കി താടി ചീകുകയാണ്. He is combing his beard in the mirror. She combed the knots out of her daughter's hair. She combed the knots out of her daughter's hair. അവൾ മകളുടെ മുടിയിലെ കെട്ടുകൾ ചീകിക്കളഞ്ഞു. ഇവിടെ കെട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൊളോക്കിയലി ജഡ എന്നൊക്കെ പറയും അല്ലെ. മുടിയിൽ ഇങ്ങനെ ജട കെട്ടുക, ജട കെട്ടി എന്നൊക്കെ പറയും. അതാണ് ആ നോട്ട്, അതായത് കെട്ടുകൾ. ഓക്കെ, ഷീ കോംഡ് ദ നോട്ട്സ് ഔട്ട് ഓഫ് ഹർ ഡോട്ടേഴ്സ് ഹെയർ. ദ ഗാർഡനർ കോംസ് ദ ഗ്രവൽ പാത്ത്. ദ ഗാർഡനർ combs the gravel path. തോട്ടക്കാരൻ ചരൽപാത ചീകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ചീപ്പിന്റെ ഇങ്ങനെ പല്ലുകൾ പോലെ തന്നെ പല്ലുകളുടെ ടൈപ്പ് ആയുധം വെച്ച് ചെയ്യുന്ന പ്രവർത്തികളെ നമ്മൾ ചീകുക എന്ന് തന്നെ പറയും. നിങ്ങൾ തോട്ടത്തിൽ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, അങ്ങനെ ഒരു ആയുധമുണ്ട്. ഒരു വലിയ നീളമുള്ള ഒരു വടിക്കറ്റത്ത് ഇങ്ങനെ ഒരു പല്ലുകളുള്ള, കുറച്ച് വിടവുള്ള പല്ലുള്ള ഒരു ആയുധം കാണും. അത് വെച്ച് ഇങ്ങനെ വലിക്കുന്നതിന് നമ്മൾ കോം ചെയ്യുക അല്ലെങ്കിൽ ചീകുക എന്ന് തന്നെയാണ് പറയുക. ഓക്കെ, ദ ഗാർഡനർ കോംസ് ദ ഗ്രവൽ പാത്ത്. ഗ്രവൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രവൽ ഇതല്ലേ, ഗ്രവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ചരല്. ഓക്കെ, ദ ഗാർഡനർ കോംസ് ദ ഗ്രവൽ പാത്ത്. തോട്ടക്കാരൻ ചരൽപാത ചീകുന്നു. അപ്പൊ ഈ ചീകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണോ? അല്ല, സ്ഥിരം ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ദ ഗാർഡനർ കോംസ് ദ ഗ്രവൽ പാത്ത്. ആരാണ് ആ ഗ്രവൽ പാത്ത് ഇങ്ങനെ വൃത്തിയിൽ വെക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ആ ചരൽപാത ഇങ്ങനെ ചീകി വൃത്തിയാക്കി വെക്കുന്നത്? ഗാർഡനർ. അപ്പൊ അതിനുള്ള ഒരു ഉത്തരം തന്നെയാണ് എന്ത്? ദ ഗാർഡനർ കോംസ് ദ ഗ്രവൽ പാത്ത്. ഓക്കെ, ദ ഗാർഡനർ കോംസ് ദ ഗ്രവൽ പാത്ത്. ഇനി ടീച്ചറുടെ കൂടെ എല്ലാ സെന്റൻസസും 3 തവണ വായിച്ചാലോ? ഒരുമിച്ച് തെറ്റാതെ വായിക്കണേ. പ്ലീസ് കോം യുവർ ഹെയർ നീറ്റ്ലി. പ്ലീസ് comb your hair neatly. Please comb your hair neatly. My mother combs her hair before bed. My mother combs her hair before bed. My mother combs her hair before bed. He is combing his beard in the mirror. He is combing his beard in the mirror. He is combing his beard in the mirror. She combed the knots out of her daughter's hair. She combed the knots out of her daughter's hair. She combed the knots out of her daughter's hair. The gardener combs the gravel path. The gardener combs the gravel path. The gardener combs the gravel path. Okay, അപ്പൊ അടിപൊളിയല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഇന്ന് നമ്മൾ പഠിച്ച 3 വാക്കുകളും അതിൻ്റെ V1, V2, V3, ING, S ഫോം ഇപ്പോൾ തന്നെ കമന്റിൽ എഴുതണം. പേരെഴുതണം, നമ്പർ ഇടണം, പേരെഴുതണം. 6,
പേര്, എന്നിട്ട് നമ്മൾ പഠിച്ച 3 വാക്കുകളും അതിൻ്റെ V1, V2, V3, ING, S ഫോം ഒക്കെ എഴുതണം. ഓക്കെ അല്ലേ? ഓക്കെ, വേഗം എഴുതിക്കോളൂ. ഇന്ന് പഠിച്ച വാക്കുകൾ ഏതൊക്കെയായിരുന്നു? വാച്ച്, ഗ്രോ, കോം. V1 ഫോം ഓഫ് വാച്ച്, വാച്ച്. WATCH, WATCH, watch. WATCHED, watched. WATCHING, watching. Watch, കാണുക, വീക്ഷിക്കുക. Watched, കണ്ടു, വീക്ഷിച്ചു. Watching, കാണുന്നു, വീക്ഷിക്കുന്നു. V1 ഫോം ബേസ് ഫോം വാച്ച്. V2 ഫോം പാസ്റ്റ് ഫോം വാച്ച്ഡ്. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വാച്ച്ഡ്. ഓക്കെ, അടുത്ത വാക്ക് ഏതാണ്? ഗ്രോ, വളരുക, വളർത്തുക. ഗ്രോ, വളരുക. ഗ്രൂ, വളർന്നു, വളർത്തി. ഗ്രോയിങ്, വളരുന്നു, വളർത്തുന്നു. GROW, ഗ്രോ. GREW, ഗ്രൂ. GROWING, growing. V1 form base form grow. V2 form past form grew. V3 form past participle form grown. Okay? Grow, വളരുക, വളർത്തുക. Grew, വളർന്നു, വളർത്തി. Growing, വളരുന്നു, വളർത്തുന്നു. ഓക്കെ, അടുത്ത വാക്ക് ഏതാണ്? കോം, COMB. പക്ഷെ ബി സൈലന്റ് ആണ് അല്ലേ? കോം, combed, combed, combing. V1 form base form comb. V2 form past form combed. V3 form past participle form combed. Comb, ചീകുക. Combed, ചീകി. Combing, ചീകുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ 3 പുതിയ ആക്ഷൻ വേർഡ്സ് പഠിച്ചു. ഓക്കെ, ഇനി ഇതുവരെ പഠിച്ചതൊക്കെ നമുക്കൊന്ന് ഓടിച്ചു വിട്ടാലോ? V1, V2, V3. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. റെഡി? 1, 2, 3, start. Run, ran, run, running. Jump, jumped, jumped, jumping. Eat, ate, eaten, eating. Brush, brushed, brushed, brushing. Read, 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 reading. Drink, drank, drunk, drinking. Wash, washed, washed, washing. Play, played, played, playing. Sit, sat, sat, sitting. Walk, walked, walked, walking. Go, went, gone, going. Come, came, come, coming. Climb, climbed, climbed, climbing. Fly, flew, flown, flying. Swim, swam, swum, swimming. Tear, tore, torn, tearing. Cook, cooked, cooked, cooking. Cut, 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 cutting. Write, wrote, written, writing. Learn, learnt, learnt, learning. Stand, stood, stood, standing. Sleep, slept, slept, sleeping. Dance, danced, danced, dancing. Sing, sang, sung, singing. Pray, prayed, prayed, praying. Draw, drew, drawn, drawing. Wear, wore, worn, wearing. Put, 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 putting. Take, took, taken, taking. See, saw, seen, seeing. പിന്നെ ഇന്ന് പഠിച്ച 3 watch, watched, watched, watching. Grow, grew, grown, growing. Comb, combed, combed, combing. ഓക്കെ അല്ലേ? അപ്പം എല്ലാവരും ഫൈനൽ അറ്റൻഡൻസ് ഇട്ടോളൂ. ഈ ഓരോ അറ്റൻഡൻസിനും മാർക്സ് ഉണ്ട്. ഓക്കെ, അപ്പോഴേ ബാക്കി ഹോംവർക്ക്സ് ഗ്രൂപ്പിൽ വരും.
ഹാപ്പി ലേണിംഗ്.